بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. റബ്ബ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമായ ആരാമങ്ങളാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ അള്ളാഹുവിന് വേണ്ടി എന്ന രീതിയിൽ ആ നിലപാടിൽ പലതും ചെയ്യുന്നവരാണ്. ആ വേണ്ടി എന്നുള്ളത് എത്രമാത്രം ഫലപ്പെടുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചനയ്ക്കായി ഒരല്പനേരം നമുക്ക് മാറിയിരിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിന് വേണ്ടി എന്നതാണ് നമ്മുടെ സർവ്വ നിയ്യത്തുകളും. ഉദാഹരണം, നിസ്കാരം. ളുഹർ അള്ളാഹുവിന് വേണ്ടി എന്നാണ്, അസ്ർ അള്ളാഹുവിന് വേണ്ടി. ഈ വേണ്ടി എന്നുള്ളത് വേണ്ടോടത്ത് എത്തുന്നില്ല. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, അള്ളാഹു പറഞ്ഞതായി അന ഇൻദ ലന്നി അബ്ദി ബി എന്നാണ്. എന്റെ അടിമ എന്നെ കുറിച്ച് എവിടെയാണോ വിചാരിക്കുന്നത് അവിടെയാണ് ഞാനുള്ളത്. അള്ളാഹു സഹായിക്കുമെന്ന വിചാരമാണോ ഉള്ളത്, അവിടെ അള്ളാഹു ഉണ്ട്. സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാലോ, മഹാനവറുകൾ തീക്കുണ്ടാരത്തിലേക്ക് പോകുന്ന നേരത്ത് മഹാനവറുകൾ തീക്കുണ്ടാരത്തിൽ എത്തിപ്പെട്ടപ്പോൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങയെ സഹായിക്കട്ടെ. എന്റെ ഈ വലിയ ചിറക് ഞാനൊന്ന് ആഞ്ഞു വീശിക്കഴിഞ്ഞാൽ ഈ തീ ജ്വാല അണഞ്ഞു പോകും നബിയെ, ഞാൻ അങ്ങയെ സഹായിക്കട്ടെ. അപ്പോൾ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് വേണ്ട എന്നാ. സയ്യിദുനാ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്ന് ചോദിക്കുന്നുണ്ട്, മഴ കൊണ്ട് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാണ്, ഞാൻ ഒരു മഴയ്ക്ക് ഉള്ള ശ്രമം നടത്തട്ടെ, ഞാൻ ആ രീതിയിൽ അങ്ങയെ സഹായിക്കട്ടെ. നിന്റെ ആവശ്യം വല്ലതും എനിക്കുണ്ടോ, ആവശ്യമാണോ എന്നാണ് നീ ചോദിച്ചത്. മീകായിലെ, നിന്റെ ആവശ്യം എനിക്കില്ല. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, എനിക്ക് അല്ലാഹ് മതി. ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കാം. അള്ളാഹുവിനെ ഏൽപ്പിക്കേണ്ട വിധം ഏൽപ്പിച്ചു. അള്ളാഹു ഏറ്റെടുത്തു. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, റബ്ബിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീക്കുണ്ടാരത്തിലേക്ക് പോകുന്നത്. ആ കാഴ്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റബ്ബിനെ ഏൽപ്പിച്ചിട്ടുള്ള, റബ്ബിന് വേണ്ടിയിട്ടുള്ള ഈ പ്രവൃത്തിയുടെ തീവ്രത കണ്ടിട്ട് അള്ളാഹുവിനെ നിഷേധിച്ച് നടന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ് എന്ന് പറയപ്പെടുന്ന ആസർ എന്ന വ്യക്തി, അയാള് പറഞ്ഞത് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഖസസുൽ അംബിയായിൽ, ഞാൻ പല ഈശ്വരന്മാരെയും ആരാധ്യ വസ്തുക്കളെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രത്തോളം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയാം, ഇബ്രാഹിം ഏൽപ്പിച്ച റബ്ബിനെ പോലത്തെ ഒരു റബ്ബിനെ ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് ആസർ പോലും പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിലുണ്ട്. അത്രത്തോളം അള്ളാഹുവിന് വേണ്ടി എന്നവിടത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം, ഉദാഹരണമായിട്ട് നിസ്കാരം നമുക്കൊന്ന് പരിശോധിക്കാം. എവിടെയും അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹുവിന് വേണ്ടി. നിയ്യത്ത് തന്നെ അള്ളാഹുവിന് വേണ്ടി. കയ്യെ കെട്ടിക്കഴിഞ്ഞാലും പിന്നെ പറയുന്നത് അള്ളാഹുവിന് വേണ്ടി. വജ്ജഹ്തു വജ്ഹി ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീന ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി. എന്റെ നിസ്കാരം, എന്റെ സർവ്വ കാര്യങ്ങളും, എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ സർവസ്വവും ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ നിസ്കാരം കൊണ്ട് നമുക്ക് എന്തെങ്കിലും സഹായം ഉണ്ടായോ? ഈ നിസ്കാരം ഈ രീതിയിൽ അള്ളാഹുവിന് വേണ്ടി എന്ന തത്വത്തെ നമ്മൾ പ്രായോഗികമാക്കുന്ന ഒരു മേഖലയായിട്ട് പോലും അത്തഹിയ്യാത്തിലേക്ക് എത്തിയാലും അള്ളാഹുവിന് വേണ്ടിയാണ്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്, അവിടെയും അള്ളാഹുവിന് വേണ്ടിയാണ്. അനുഗ്രഹീതമായ എല്ലാ അഭിവാദ്യങ്ങളും,
എല്ലാ പുകഴ്ത്തലുകളും പ്രകീർത്തനങ്ങളും ലില്ലാഹി അള്ളാഹുവിന് വേണ്ടിയാ. അള്ളാഹുവിന് വേണ്ടി അത് മൊത്തവും സമർപ്പിച്ചത്. തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു ഈ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ടിയാണ്. എന്നിട്ട് നിസ്കാരത്തിന്റെ ലക്ഷ്യം നമുക്ക് കിട്ടിയോ? നിസ്കാരത്തിലൂടെ എന്താ നമുക്ക് കിട്ടാ? നിസ്കാരത്തിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്നത് അള്ളാഹുവിന്റെ സഹായമാണ്. അള്ളാഹു സഹായിക്കാറുണ്ടോ? അള്ളാഹു സഹായിക്കാറുണ്ട്. അള്ളാഹു സഹായിക്കും. നിസ്കാരത്തിലൂടെ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യം റബ്ബിന്റെ സഹായമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും റബ്ബിന്റെ സഹായം നിങ്ങൾ തേടുക. അല്ലാഹു റബ്ബിന്റെ സഹായം നമുക്ക് എത്തിച്ചു തരട്ടെ. റബ്ബിന്റെ സഹായം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവിന്റെ സഹായം തേടുന്നതിനെ കുറിച്ചാണ് ഫാത്തിഹ പറഞ്ഞത്. അള്ളാഹുവിന്റെ സഹായം കിട്ടും. അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ നിസ്കരിച്ചാൽ മതി. എന്നാൽ നിസ്കാരം അവിടേക്ക് നമ്മൾ എത്തിക്കുന്നില്ല. എല്ലാം അള്ളാഹുവിന് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി എന്നത് പറച്ചിലിൽ മാത്രമായി പോവാം. അള്ളാഹ്ക്ക് വേണ്ടിയാകുമ്പോൾ അള്ളാഹു തിരിച്ചു സഹായിക്കും, അള്ളാഹു ഏറ്റെടുക്കും. ചരിത്രം അങ്ങനെയാണ്. അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ ശക്തി കൂടും, അള്ളാഹുവിന് വേണ്ടിയാകുമ്പോൾ കരുത്ത് കൂടും. പട്ടിണി കിടന്ന 16 ദിവസം പട്ടിണി കിടന്ന അവസ്ഥയിലും അസ്ഹാബുൽ ബദറിന്റെ ധീരതയ്ക്ക് കുറവില്ലല്ലോ, ആരോഗ്യത്തിന് കുറവില്ലല്ലോ, പട്ടിണി. പക്ഷെ അവരുടെ മനസ്സിന്റെ ഉത്തേജനം അള്ളയായിരുന്നു. അള്ളാഹുവിന് വേണ്ടി എന്നുള്ളടത്ത് അവർ ഉറച്ചു നിന്നപ്പോ അള്ളാഹിന്റെ സഹായം അവർക്ക് ഉറപ്പായിരുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. മഹാനായ അഹമ്മദ് സമർക്കന്ദി ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബരീഖത്ത് മഹ്മൂദിയയിൽ കാണാം, ഒരുപാട് കിതാബുകളിൽ കാണുന്ന ഒരു സംഭവമുണ്ട്. മദ്രസ തലങ്ങളിൽ പോലും ചില പാഠപുസ്തകങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു സംഭവം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവം. ഞാൻ പെട്ടെന്ന് പറയാം. ഒരിക്കലൊരു ആബിദായ മനുഷ്യനൊരു നാട്ടിലുണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ഒരു വൃക്ഷം, മുസ്ലിമീങ്ങളുള്ള ഒരു ഭാഗമാണ്. അവിടെ വഴിയിൽ മുസ്ലിമീങ്ങൾ ഇപ്പൊ ഈ വൃക്ഷത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. വൃക്ഷത്തെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ഒരു വൃക്ഷം പൂജിക്കപ്പെടുന്ന അവസ്ഥ അദ്ദേഹം വലിയ വേദനയോടുകൂടെ കണ്ടു. അള്ളാഹുവിന് വേണ്ടി, പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് ആ വൃക്ഷാണ് മുറിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം വീട്ടിലേക്ക് ചെന്നു, അദ്ദേഹത്തിന്റെ ആയുധമെടുത്തു. വൃക്ഷം മുറിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സഞ്ചാരത്തിനന്ന് ഉപയോഗിച്ചിരുന്ന കഴുതയുടെ പുറത്ത് കയറി അങ്ങോട്ട് വന്നു. വരുന്ന വഴിയിൽ അയാളുടെ മുന്നില് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് വേഷപ്രച്ഛന്നനായി പ്രത്യക്ഷനായി. ഇബ്ലീസ് തടഞ്ഞു നോക്കി. ആ മഹാനെ പിന്തിരിപ്പിക്കാൻ തർക്കങ്ങളിലൂടെ ശ്രമിച്ചു നോക്കി. പക്ഷെ 3 പ്രാവശ്യം ഇബ്ലീസ് കഠിന പരിശ്രമം നടത്തിയിട്ടും 3 പ്രാവശ്യം ഇബ്ലീസ് തോറ്റുപോയി. ഈ മഹാൻ തീരുമാനിച്ചു വൃക്ഷം മുറിക്കാൻ. മുന്നോട്ട് പോയപ്പോ ഇബ്ലീസ് പറഞ്ഞു, അവസാനമായിട്ട് എനിക്ക് പറയാനുണ്ട്, നിങ്ങള് പിന്തിരിയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 4 ദിർഹം വീതം, എല്ലാ ദിവസവും അങ്ങേക്ക് ഞാൻ 4 ദിർഹം വീതം തരാം. അങ്ങനെ ആ 4 ദിർഹം നിങ്ങൾക്ക് കിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്തിരിയാൻ പറ്റുമോ? എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ദയവായി ഇതിൽ നിന്ന് പിന്തിരിയണം. വേഷപ്രച്ഛന്നനായ മനുഷ്യരൂപത്തിൽ വന്ന ഇബ്ലീസിന്റെ വാക്കിൽ അദ്ദേഹം അതിലൊന്ന് പെട്ടു. ഓക്കെ, 4 ദിർഹം എല്ലാ ദിവസവും കിട്ടൂലോ. അപ്പൊ അത് എവിടെന്നാ കിട്ടാ? നിങ്ങളുടെ കിടക്കപ്പായ് അല്ലെങ്കിൽ അദ്ദേഹം നിസ്കരിക്കുന്ന പായ്, 2 ഉദ്ധരണിയിലുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലെ പായ്, നിസ്കരിക്കുന്ന പായ് ഉയർത്തിയാൽ ആ മുസല്ലയുടെ അടിയിലുണ്ടാവും 4 ദിർഹം. ചരിത്രം പറയുന്നു, ഈ മനുഷ്യനതാ അങ്ങനെ വീട്ടിൽ ചെന്ന് നിസ്കാരപ്പായയുടെ അടിയിലേക്ക് നോക്കിയപ്പോൾ അതാ 2-3 ദിവസം ഇതുപോലെ 4 ദിർഹം വീതം കിട്ടി. ഒരു ദിവസം കിട്ടി, പിറ്റേ ദിവസം കിട്ടി. ചില ചരിത്ര പണ്ഡിതന്മാർ പറയുന്ന അല്ല, 3-ാമത്തെ ദിവസവും കിട്ടി. അല്ലെങ്കിൽ കുറെ നാളത്തേക്ക് കിട്ടി. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹം ഇതുപോലെ തന്നെ ഈ വിരിപ്പ് പൊക്കി നോക്കിയപ്പോൾ, സാധാരണ പൈസ കിട്ടുന്നത്, ദിർഹം കിട്ടുന്നത് എവിടെ നിന്നാണോ അവിടെ ആ വിരിപ്പ് അങ്ങോട്ട് പൊക്കി നോക്കിയപ്പോ, ആ നിസ്കാര പായ പൊക്കി നോക്കിയപ്പോൾ അവിടെ ഇപ്പോ ഇന്ന് രാവിലെ നോക്കുമ്പോ
അവിടെ ദിർഹം കാണുന്നില്ല. ഈ മനുഷ്യന് ദേഷ്യായി. ഈ മനുഷ്യന് ദേഷ്യമായി ഇയാള് വീണ്ടും കോടാലി എടുത്തു. ദിർഹം കാണാത്തത് കൊണ്ട് ദേഷ്യം കൊണ്ട് അന്നെടുത്ത കോടാലി എടുത്തു. അതേ കഴുതയുടെ പുറത്ത് കയറി അയാള് വീണ്ടും ചെല്ലുകയാണ്. പോകുന്ന വഴിയിൽ അന്ന് പോയപ്പോൾ വഴിയിൽ ഇബ്ലീസ് കണ്ടത് എവിടെ വെച്ചാണോ അവിടെ വെച്ച് വീണ്ടും ഇബ്ലീസ് പ്രത്യക്ഷനായി. ഇബ്ലീസ് ചോദിച്ചു, അതിനെ തുരീതു, അല്ല എവിടൊക്കെ പോവാ? അദ്ദേഹം പറഞ്ഞു, ശജറത്തുൻ തുഅബദു മിൻ ദൂനില്ലാഹി തആല അൻ അഖ്തഅഹാ. അള്ളാനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ആ വൃക്ഷം ഉണ്ടല്ലോ, അത് മുറിക്കാനാ ഞാൻ പോകുന്നത്. ഞാൻ അതിനു വേണ്ടിട്ട് ഇറങ്ങിയവനാ. അന്ന് നീ എന്നെ കണ്ടില്ലേ? അതേ ദൗത്യത്തിന് വേണ്ടി ഞാൻ പോകുന്നത്. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, ലാ തുതീഖു ദാലിക, നിനക്കതിന് കഴിയൂല. എടോ, താങ്കൾക്കത് കഴിയൂല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്കത് കഴിയില്ല. കാരണം ഇപ്പൊ നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ അമ്മാ അവ്വലു മറത്തിൻ ഫകാന ഖുറൂജുക ഗളബൻ ലില്ലാഹി തആല, അന്ന് നിങ്ങൾ പോയത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. ആ കോപം അന്ന് നിങ്ങളിൽ ഉണ്ടായത്. അന്ന് നിങ്ങൾ പോയത് അള്ളാഹുവിന് വേണ്ടിയാ. അന്ന് നിങ്ങൾ ഇതില് ദേഷ്യം പിടിച്ച് മരം മുറിക്കാൻ പോയപ്പോ ദേഷ്യവും പോക്കും ഒക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാ. അള്ളാഹ്ക്ക് വേണ്ടി ആയതുകൊണ്ട് ഫലവിജ്തമഅ അഹ്ലുസ് സമാവാതി വൽ അർളി മാറദ്ദൂക്, അന്ന് ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവരും അങ്ങയെ ഒന്ന് പിടിച്ചു നിർത്താൻ അന്ന് ശ്രമിച്ചിരുന്നുവെങ്കിൽ നടക്കൂല. കാരണം അങ്ങ് അള്ളാഹ്ക്ക് വേണ്ടി പോണെയാണ്. അള്ളാഹുവിന് വേണ്ടിയാകുമ്പോൾ അള്ളാഹിന്റെ സഹായമുണ്ട്. അപ്പൊ ആര് ശ്രമിച്ചാലും അതിൽ അങ്ങേ പിടിച്ചു നിർത്താനും പിടിച്ചു കെട്ടാനും കഴിയില്ല. അള്ളാഹ്ക്ക് വേണ്ടിയാകുമ്പോൾ അള്ളാഹുടെ സഹായമുണ്ട്. പക്ഷേ അമ്മൽ ആന ഫഇന്നമാ ഖുറൂജുക ലിനഫ്സിക ഹൈസ ലം തജിദ് ദറാഹിം, ഇന്ന് നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് പോകുന്ന, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ നഫ്സിന് വേണ്ടിയിട്ട് ഇന്ന് പോകുന്നത്. കാരണം നിങ്ങൾക്ക് ദിർഹം കിട്ടിയിട്ടില്ല, അതിന്റെ പേരില്ല. അതുകൊണ്ട് ഫല ഇൻ തഖദ്ദംത ലതുദ്ഖാനു ഉനുഖുക, ഒരടി എങ്ങാനും മുന്നോട്ട് വെച്ചാൽ കഴുത്ത് ഞാൻ അറുത്ത് കളയും. ഇബ്ലീസ് അയാളോട് പറയാണ്, ഒരടി മുന്നോട്ട് വെച്ചാൽ നിന്റെ കഴുത്ത് ഞാൻ അറുക്കും. ഈ മനുഷ്യൻ ഫറജഅ ഇലാ ബൈതിഹി വതറക ശജറ, നാണം കെട്ടി വീട്ടിലേക്ക് മടങ്ങിയതാണ്. ഇബ്ലീസിന്റെ വർത്താനാണെങ്കിലും ശ്രദ്ധിക്കണം. ഇബ്ലീസ് പറഞ്ഞ എല്ലാം തള്ളേണ്ടതില്ല. ആയത്തുൽ കുർസി ഉറങ്ങാൻ നേരം ഓതിയാൽ പിശാചിന്റെ ശല്യം ഉണ്ടാവില്ല എന്ന് ഇബ്ലീസാ പറഞ്ഞത്. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിലുണ്ട് ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഇന്നലെ രാത്രി വന്ന അയാൾ എന്നോട് ഇങ്ങനെയാ പറഞ്ഞത്. അയാൾ ഇബ്ലീസാണ്. അയാൾ പറഞ്ഞത് സത്യമാണെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത്? കിടക്കാൻ നേരം ആയത്തുൽ കുർസി ഓതിയ കിടക്കപ്പായിൽ ശല്യം ചെയ്യാൻ മൂപ്പര് വരില്ല എന്ന് പറഞ്ഞത് മൂപ്പരായിട്ട് തന്നെ പറഞ്ഞത് സത്യമാണ് എന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇന്ന് ആ സുന്നത്ത് എടുക്കുന്നത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇയാള് ഈ ഇബ്ലീസ് ആണെങ്കിൽ പോലും അയാൾ പറയാ, അന്ന് ആകാശഭൂമിയിലുള്ള സർവരും ശ്രമിച്ചാലും താങ്കളെ തിരിച്ചയക്കാൻ കഴിയില്ല. കാരണം താങ്കൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് കോപിച്ചിട്ടാണ് മരം മുറിക്കാൻ വേണ്ടിയിട്ട് പോയത്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം എന്ന് ആ മനുഷ്യനോട് ഇബ്ലീസ് പറയുന്ന ആ ഒരു അവസരം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ഇറങ്ങിത്തിരിക്കല്, അള്ളാന്റെ സഹായം, അള്ളാഹുവിന് വേണ്ടിയാവണം ഇറങ്ങിത്തിരിക്കല്. അപ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരാൾ യാത്രയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് നിസ്കാരം ഖളാ ആകും എന്നൊരു ഘട്ടെത്തി. അദ്ദേഹത്തോട് ട്രെയിനിന്റെ സമയം നേരത്തെ കണ്ടെത്തി അതനുസരിച്ച് നിസ്കരിക്കാനായിട്ട് തന്നെ അങ്ങോട്ട് പോവാ. നിസ്കാരം ഖളാ ആകുന്ന ഒരു അവസ്ഥയിലാണ് ട്രെയിൻ വരുന്നതും അദ്ദേഹത്തിന്റെ യാത്രാ സൗകര്യങ്ങൾ അങ്ങനെയാണ്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് കരുതിയാണ്ട് ഇറങ്ങിയ ട്രെയിൻ വൈകി വരും, നിസ്കരിക്കാൻ സൗകര്യം കിട്ടും. അദ്ദേഹം അങ്ങനെ ചെയ്തു, നിസ്കരിക്കാൻ സൗകര്യം കിട്ടിയതാണ്. എന്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം. ഈ രീതിയിൽ അള്ളാഹുവിന് വേണ്ടി ഒരുങ്ങിയാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. അള്ളാഹു സഹായിക്കുന്ന 3 വിഭാഗമുണ്ട്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 3 വിഭാഗത്തെ അള്ളാഹു സഹായിക്കും. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. മഹാനായ ഇമാം നസായി അവിടുത്തെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഹദീസ്. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم 3 حق على الله عونهم. 3 വിഭാഗത്തെ സഹായിക്കൽ അള്ളാഹുവിന് ബാധ്യതയാണ്, അള്ളാഹ്ക്ക് ബാധ്യതയാണ്. 3 വിഭാഗത്തെ സഹായിക്കൽ അള്ളാഹുവിന് ബാധ്യതയാണ്. ഒന്നാമത്തെ വിഭാഗം
മോചനപത്രം എഴുതപ്പെട്ട അടിമ, അവന് അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടണം. അവന്റെ അടിമത്തത്തിന്റെ മോചനത്തിന് വേണ്ടി അവനുള്ള വഴികളൊക്കെ അള്ളാഹു സഹായിച്ചു കൊണ്ടിരിക്കും. അള്ളാഹു കാരുണ്യവാനാണ്. രണ്ടാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ? തെറ്റുകുറ്റങ്ങളൊന്നും ഞാൻ ചെയ്യൂല, എന്റെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത്. എന്റെ വിവാഹ ജീവിതം ഞാൻ എന്റെ സദാചാര ബോധത്തെ നിലനിർത്താൻ വേണ്ടി ഉദ്ദേശിച്ചതാണ്. ഞാൻ ഒരു തെറ്റും ചെയ്യൂല, അള്ളാഹുടെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച പുതിയ പിള്ളയുടെയും പുതിയ പെണ്ണിന്റെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അവരെ അള്ളാഹു സഹായിക്കൽ അള്ളാഹുവിന് ബാധ്യതയാണ്. രണ്ടാമത്തെ വിഭാഗം അവരാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 വിഭാഗത്തെ സഹായിക്കൽ അള്ളാഹുവിന് ബാധ്യതയാണ്. അള്ളാഹു നമുക്ക് ആ സഹായം എത്തിച്ചു തരട്ടെ. മൂന്നാമത്തെ വിഭാഗം വൽ മുജാഹിദു ഫീ സബീലില്ലാഹ്, അള്ളാഹുടെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ സഹായിക്കല് അള്ളാഹുവിന് ബാധ്യത. ഖുർആൻ ഇത്തരം സംഭവങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് എത്ര ചരിത്രങ്ങൾ നമ്മുടെ മുന്നിൽ പറയുന്നു. ഖുർആൻ പറയുന്ന ചരിത്രങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് അങ്ങോട്ട് തീരുമാനിച്ചു, അവരെയൊക്കെ അള്ളാഹു സഹായിച്ചു. നമുക്കൊക്കെ വളരെ സുപരിചിതമായി അറിയാവുന്ന ഒരു ചരിത്രമാണ് സയ്യിദന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം. സൂറത്തുൽ ഖസസിന്റെ കുറെ ആയത്തുകൾ സംബന്ധമായിട്ടാണ് പറയുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഔഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർളിഈഹി فإذا خفت عليه فألقيه في اليم ولا تخافي ولا تحزني إنا رادوه إليك وجاعلوه من المرسلين. ഫറോവ മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനത്തിന് മുന്നേ ഒരു സ്വപ്നം കണ്ടു. ഫറോവയുടെ കൊട്ടാരത്തിന്റെ നേരെ ഇസ്രായേലികൾ താമസിക്കുന്ന ഇടത്തു നിന്നും ഒരു തീപ്പന്തം വന്ന് ചാടുന്ന പോലെ തീപ്പന്തം വന്ന് ഭവിച്ചോടുത്ത ഫറോവയുടെ കൊട്ടാരം ഭസ്മമായി. ഇതായിരുന്നു സ്വപ്നം. ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ആ കാലഘട്ടത്തിലെ വ്യാഖ്യാതാക്കൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. എല്ലാവരും പറഞ്ഞത്, ഇസ്രായേലി സമൂഹത്തിൽ അങ്ങയുടെ അധികാരത്തിന്റെ അസ്തമയം കുറിക്കാൻ ഒരു ആൺതരി പിറക്കാൻ പോകുന്നു എന്നതാണ് സ്വപ്നം. ഫറോവ ചോദിച്ചു ഈ ജ്യോത്സ്യന്മാരോടും ഈ സ്വപ്ന വ്യാഖ്യാതാക്കളായ കൊട്ടാര പണ്ഡിതന്മാരോടും അഭിപ്രായം ചോദിച്ചു. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഇസ്രായേലി സമൂഹത്തില് ഇങ്ങനെ ഒരു ആൺതരി പിറക്കാനുള്ള ഈ പീരീഡിൽ ആ ആൺതരി ആരോ അവനാണ് കൊന്നുകളയാ. ഫറോവയുടെ ഉത്തരവ് വന്നു, ഇസ്രായേലിൽ ആണായി പിറക്കുന്ന കുഞ്ഞുങ്ങളെ മുഴുവനും കൊല്ലണം. അങ്ങനെ ആണുങ്ങളായിട്ട് പിറക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ തീരുമാനിച്ചപ്പോഴാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനം. ഈ കുഞ്ഞിനെ കൊല്ലാൻ പാടില്ലല്ലോ. മഹാന്മാരായ അമ്പിയാക്കൾ മഅ്സൂമിങ്ങളെ കൊലപാതകത്തിൽ പെടാതെ അള്ളാഹു സംരക്ഷിക്കണം. എന്നാൽ ചില പ്രവാചകന്മാരുടെ ജീവിതത്തിൽ കൊലപാതകം കലാശിച്ചിട്ടുണ്ട്, അവരെ കൊന്നു കളഞ്ഞിട്ടുമുണ്ട്. സക്കരിയ നബിയൊക്കെ അതിൽപ്പെട്ടതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം ഭൂമിക്ക് ആവശ്യമാണ്. അത് ഫറോവ കൊല്ലാനുള്ളതല്ല. ഖുർആൻ പറയുന്നു, ദീർഘമായ ചരിത്രമാണ് ഖുർആൻ പറയുന്നത്. وأوحينا إلى أم موسى أن أرضعيه. മൂസാ നബിയുടെ ഉമ്മാക്ക് അള്ളാഹു വഹി അറിയിച്ചു. എങ്ങനെ വഹി അറിയിക്ക? അള്ളാഹു തോന്നിച്ചു. എന്താണ് തോന്നിച്ചത്? കുഞ്ഞിന് പാല് കൊടുക്ക് പെണ്ണേ. കുഞ്ഞിന് പാല് കൊടുത്തു കുഞ്ഞിനെ സംരക്ഷിക്കാണ്. എന്നിട്ടോ മൂസാ നബിയുടെ ഉമ്മയോട് പറഞ്ഞു, പേടിയുണ്ടെങ്കിൽ ഈ കുട്ടിയെ ഒരു പെട്ടിയിലാക്കിയിട്ട് ഉമ്മയോട് പറയാണ് പുഴയിൽ ഒഴുക്കാൻ പറഞ്ഞു, നൈൽ നദിയിൽ ഒഴുക്കാൻ പറഞ്ഞു. വലാ തഖാഫി വലാ തഹ്സനി, വിഷമിക്കണ്ട, അള്ളാഹുവിന് വേണ്ടിയിട്ട് അത് ചെയ്യ്. അള്ളാഹുവിന് വേണ്ടി കുഞ്ഞുമോനെ ഒരു മരത്തിന്റെ പെട്ടിയിലാക്കി. മൂസ എന്ന പദം പോലും മിനൽ ബൈനൽ മാഇ വശജർ എന്നാണ്. മൂ എന്നതൊരു വാക്കും സാ മറ്റൊരു വാക്കുമാണ്. മൂന്ന് പറഞ്ഞാൽ മാ വെള്ളം,
സാ ഷജർ, മരം, മരക്കഷ്ണം. ഈ മരത്തിന്റെ പെട്ടി, ആ പേര് പോലും അങ്ങനെയാണ്. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ദുറുൽ മൻസൂറിൽ ഈ പേരിന്റെ അർത്ഥം ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. മൂസ എന്ന പേരിന്റെ അർത്ഥം മൂസ, 2 വാക്കത്. ഏതായാലും മഹാനായ മൂസ നബിയുടെ ഉമ്മയോട് അല്ലാഹു പറഞ്ഞു, ഇന്നാ റാദ്ദൂഹു ഇലൈകി വജഅലൂഹു മിനൽ മുർസലീൻ. ആ കുഞ്ഞിനെ നിനക്ക് ഞാൻ തിരിച്ചേൽപ്പിച്ചേക്കാം. ആ കുഞ്ഞ് നാളെ ലോകത്തിന്റെ ഒരു റസൂലായി വരേണ്ട ആളാണ്, ലോകത്തിന്റെ പ്രവാചകനായി വരേണ്ടതാണ്. അല്ലാഹു പറയുന്നു, അങ്ങനെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ കുഞ്ഞിനെ വെള്ളത്തിലൊഴുക്കി, പെട്ടിയിലാക്കി വെള്ളത്തിലൊഴുക്കി. അങ്ങനെ ഫറോവ ഒരു ഭാഗത്തു കൂടി ഫറോവ അങ്ങനെ കൊലപാതകം നടത്തി വരാം. അല്ലാഹു പറയുന്നു, ഇന്ന ഫിർഔന വഹാമാന വജുനൂദഹുമാ കാനൂ ഖാതിഈൻ. ഈ ഫറോവയും അവന്റെ കൂടെയുള്ള അവന്റെ മന്ത്രിയായ ഹാമാനും അവരുടെ എല്ലാ സൈന്യവും ഇവിടെ ചെയ്യുന്നത് നിഷ്ഠൂരമായ പ്രവർത്തനമാണ്. ഈ അവസരത്തിലാണ് ഫറോവയുടെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹയ്ക്ക് പുഴയിലൂടെ ഈ കുഞ്ഞ് ലഭിക്കുന്നത്. ഞാൻ എല്ലാവർക്കും വളരെ ചെറുപ്പം മുതലേ അറിയാവുന്ന ചരിത്രങ്ങൾ അതൊക്കെ, ഞാൻ സുദീർഘമാക്കുന്നില്ല. ആസിയ റളിയല്ലാഹു അൻഹ കുട്ടിയെടുത്തു. വഖാലത്ത് ഇംറഅത്തു ഫിർഔൻ ഖുറത്തു ഐനിൽ ലി വലക്. ഫറോവയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു ആസിയ റളിയല്ലാഹു അൻഹ, പക്ഷെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഫറോവ തൊട്ടടുത്ത് വരുമ്പോഴേക്കും ആസിയ റളിയല്ലാഹു അൻഹയുടെ സുഗന്ധം അങ്ങ് അടിക്കുമ്പോഴേക്കും അവൻ ബോധം കെട്ടു വീഴും. അവനാകെ ആസിയ റളിയല്ലാഹു അൻഹയെ ഫറോവ തൊട്ടിട്ടില്ല. വല്ലാത്ത സുഗന്ധമായിരുന്നു ആസിയ റളിയല്ലാഹു അൻഹയ്ക്ക്, തൊടാൻ കഴിഞ്ഞിട്ടില്ല. കന്യകയാണ് ആസിയ റളിയല്ലാഹു അൻഹ. ഫറോവ ആരോഗ്യമില്ലാത്തവനല്ല. ഒരു ദിവസം ഒരു ഒട്ടകത്തെ കഴിച്ച് 40 ദിവസത്തിൽ ഒരിക്കൽ മാത്രം മലവിസർജനം നടത്തുന്ന അത്ര വലിയ കപ്പാസിറ്റി ഉള്ള വ്യക്തിയായിരുന്നു ഫറോവ. ഒരു ഒട്ടകത്തെ ഒരു ദിവസം തിന്നും എന്ന് പറഞ്ഞാൽ അതിനേക്കാളും അതിശയമാണ് ഈ 40 ദിവസം തിന്നത് ഒരുമിച്ച് സ്വരൂപിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയാൻ. മലവിസർജനം നടത്താൻ അയാൾക്ക് അത്രയും വലിയ കപ്പാസിറ്റി ആയിരുന്നു. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ദുറുൽ മൻസൂറിൽ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ആസിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഈ കുട്ടിയെ നിങ്ങൾ കൊല്ലല്ലേ, വലാ തഖ്തുലൂഹു അസാ യൻഫഅനാ ഔ നത്തഖിദഹു വലദാ. നമുക്ക് ഈ കുട്ടിയെ മോനായി വളർത്താം. കുട്ടിയില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ. അങ്ങനെ വഅസ്ബഹ ഫുആദു ഉമ്മി മൂസാ ഫാരിഗാ. നേരം വെളുത്തപ്പോൾ ഒരു രാവ് എങ്ങനെയൊക്കെയോ കഴിച്ചുകൂട്ടി നേരം പുലർന്നപ്പോൾ മൂസാ നബിയുടെ ഉമ്മയുടെ മനസ്സിൽ മറ്റൊരു ചിന്തയുമില്ല, ഈ കുട്ടിയുടെ കാര്യം മാത്രം ഓർമ്മയുള്ളത്. ബിഹി ലൗലാ അർബതനാ അലാ ഖൽബിഹാ ലിതകൂന മിനൽ മുഅ്മിനീൻ. അല്ലാഹു പറയാണ്, മഹദി അവരുടെ മനസ്സിൽ നാം ഒരു കരുത്തും ഒരു പിടിച്ചു നിൽപ്പും കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ കുഞ്ഞിനെ കുറിച്ച് മഹദി അവർ വേവലാതിയോടുകൂടെ ഭയവിഹ്വലതയോടുകൂടെ അന്വേഷണത്തിൽ കുട്ടിയെ കുറിച്ച് പറഞ്ഞു പോകുമായിരുന്നു. അള്ളാഹു ഒരു ശക്തി ആ മനസ്സിന് കൊടുത്തുകൊണ്ട് മാത്രം പിടിച്ചു നിന്നു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ആ കൊച്ചിനെ ഒഴുക്കി വിട്ടത്. അള്ളാഹു തിരിച്ചു തന്നേക്കാന്നും പറഞ്ഞിട്ടുണ്ട്. എത്രമാത്രം ഉറപ്പുണ്ട്. ആ മഹദി അവരുടെ ജീവിതത്തിൽ കണ്ടോ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, മഹദി അവர்கள் സമാധാനമില്ലാഞ്ഞിട്ട് മൂസാ നബിയുടെ ഇത്താത്തയെ പെങ്ങളെ പറഞ്ഞയച്ചു. കുട്ടീനെ കൊണ്ടുപോയ അവര് കൊണ്ടുപോകുന്ന ഭാഗത്തും കൊട്ടാരത്തിന്റെ പരിസരത്തൊക്കെ ഒന്ന് നിരീക്ഷിക്കണം. ചുരുക്കത്തിൽ പെങ്ങള് പുറകെ ചെന്ന് അന്വേഷിച്ചു കുഴപ്പമില്ല എന്നുള്ള വിവരമൊക്കെ കൊടുത്ത് കൊട്ടാരത്തിൽ സുഖമായിട്ട് ജീവിക്കുന്നു. പക്ഷേ ഈ കുട്ടിക്ക് പാല് കൊടുത്തിട്ട് ആരൊക്കെ പാല് കൊടുത്തിട്ടും കുടിക്കുന്നില്ല. അള്ളാഹു പറയാണ്, ഈ കുട്ടി മറ്റുള്ളവർ പാല് കൊടുത്തിട്ട് നേരത്തെ തന്നെ അള്ളാഹു മറ്റു സ്ത്രീകൾ പാല് കൊടുക്കുന്നത് കുട്ടി കുടിക്കണ്ട എന്ന അവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് ഇഷ്ടമല്ല, ആര് പാല് കൊടുത്താലും കുടിക്കില്ല. അങ്ങനെ ഇരിക്കെ ഇനി ആര് പാല് കൊടുക്കാനുണ്ട്? ഫഖാലത്ത്, ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട് പാല് കൊടുക്കാൻ പറ്റിയവര്. കാരണം എല്ലാവരുടെയും മക്കളെ കൊന്നുകൊണ്ടിരിക്കല്ലേ. അപ്പോഴാണ് വിവരം തേടാൻ വേണ്ടി കൊട്ടാരത്തിന്റെ പരിസരത്തിലെത്തിയ മൂസാ നബിയുടെ സഹോദരി കൊട്ടാരത്തിലുള്ളവരോട് പറയുന്നത്, ഹൽ അദുല്ലുകും അലാ അഹ്ലി ബൈത്തി യക്ഫുലൂനഹു ലക്കും വഹും ലഹു നാസിഹൂൻ.
പൊന്നുപോലെ നോക്കി വളർത്താൻ പറ്റിയ, എന്നാൽ ഈ കുട്ടി പാല് കുടിക്കാൻ സാധ്യതയുള്ള ഒരു പെണ്ണ് ഇന്ന സ്ഥലത്ത് ജീവിച്ചിരിപ്പുണ്ട്, അവരുടെ കയ്യിൽ ഏൽപ്പിക്കുക. അള്ളാഹു പറയുന്നു, അങ്ങനെ മൂസാ നബിയെ അള്ളാഹുവിന് വേണ്ടി പുഴയിൽ ഒഴുക്കിയ ഉമ്മാടെ കയ്യിൽ അള്ളാഹു തിരിച്ചേൽപ്പിച്ചു. അള്ളാഹുവിന് വേണ്ടി എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിയാൽ അള്ളാഹു നമ്മെ സഹായിക്കും. അള്ളാഹു സഹായിക്കട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരൊറ്റ ആയത്ത് കൂടി ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വഴിയിലൂടെ ജീവിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം ദീനൻ ഖയ്യിമൻ മില്ലത ഇബ്രാഹീമ ഹനീഫ വമാ കാന മിനൽ മുശ്രികീൻ ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇബ്രാഹിമി പരമ്പരയുടെ തുടർച്ചയാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കമാ സല്ലൈത അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞത് അക്ഷരത്തിലും അർത്ഥത്തിലും പുന്നാര നബിയുടെ മുൻഗാമി എന്ന നിലയിൽ ഇബ്രാഹിം നബിയോടുള്ള ചേർച്ചയാണ്, യോജിപ്പാണ്. ഇബ്രാഹിം നബി അള്ളാഹുവോട് ദുആ ചെയ്തിരുന്നപ്പോഴൊക്കെ, അള്ളാഹുവോട് സംഭാഷണം നടത്തിയിരുന്നപ്പോഴൊക്കെ പറഞ്ഞ കാര്യമാണ് ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതവും മരണവും എന്റെ സർവ്വതും അള്ളാഹുവിനാണ് എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു പോന്നതിന്റെ തുടർച്ച അങ്ങ് പറയണം നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന് വേണ്ടി നമ്മളും അള്ളാഹുവിന് വേണ്ടി ഒരുങ്ങണം. അള്ളാഹുവിന്റെ സഹായം കിട്ടും. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. പടച്ച റബ്ബിന്റെ സഹായം നമുക്ക് കിട്ടുന്നത് പല രൂപത്തിലാണ്. നമുക്ക് ആവശ്യം പോലെ അതൊരു പ്രാർത്ഥനയിലൂടെ ആവാം, അതൊരു സൽക്കർമ്മം ചെയ്തപ്പോൾ നാം ചോദിക്കാനിട്ട് അള്ളാഹു തന്നതാവാം, അത് ഖുർആൻ പാരായണം ചെയ്യുന്ന ശീലം നമ്മളിൽ ഉള്ളത് കൊണ്ട് അള്ളാഹു നമ്മൾ ദുആ ചെയ്യാനിട്ടും തന്നതാകാം. നമ്മുടെ നന്മകളൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി എന്നുള്ളടത്ത് ശരിക്കും അവിടെ ഉറപ്പിച്ചു നിർത്തണം. അള്ളാഹുവിന് വേണ്ടി എന്ന നിലപാട് കൃത്യമായിരിക്കണം, ശക്തമായിരിക്കണം. അള്ളാഹു തൗഫീഖ്.